എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നോക്കുന്നത്. സോ നിങ്ങൾ ഇത് അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? സിറ്റ് ക്രോസ് ലെഗ്ഡ്. സിറ്റ് ക്രോസ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ ചമ്രം പടിഞ്ഞിരിക്കുക എന്നുള്ള മീനിങ് ആണ് സിറ്റ് ക്രോസ് ലെഗ്ഡ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാനൊക്കെ പോകുമ്പം ഇപ്പോൾ കുട്ടികൾക്ക് കസേര ഇല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നീ ഒരു കസേര നിനക്ക് വേണ്ടി വലിച്ചിടുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? പുൾ എ ചെയർ ഫോർ യുവർ സെൽഫ്. പുൾ എ ചെയർ ഫോർ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു കസേര വലിച്ചിടുക എന്നുള്ള മീനിങ് ആണ് പുൾ എ ചെയർ ഫോർ യുവർ സെൽഫ്. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക എന്നാണ്, പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നാണ്. പിന്നെ കുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, വീട്ടിനകത്തോട്ട് വരുന്നതിന് മുമ്പ് നിൻ്റെ കാലുകൾ തുടയ്ക്കുക. അതെങ്ങനെ പറയും? വൈപ്പ് യുവർ ഫീറ്റ് ബിഫോർ യു കം ഇൻ ടു ദ ഹൗസ്. വൈപ്പ് യുവർ ഫീറ്റ് ബിഫോർ യു കം ഇൻ ടു ദ ഹൗസ്. വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. സോ വൈപ്പ് യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാലുകൾ തുടയ്ക്കുക. ഫുട്ട് എന്ന് പറഞ്ഞാൽ കാല്, കാലുകൾ എന്ന് പറയാനാണ് ഫീറ്റ് എന്ന് പറയുന്നത്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ്. യു കം ഇൻ ടു ദ ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തേക്ക് വരിക എന്നുള്ള മീനിങ് ആണ്. അപ്പം വീട്ടിനകത്തേക്ക് വരുന്നതിന് മുമ്പ് എന്ന് പറയാനാണ് ബിഫോർ യു കം ഇൻ ടു ദ ഹൗസ്. ഇതേപോലെ തന്നെ കുട്ടികൾ ജലദോഷമൊക്കെ ഉള്ളപ്പം ഇപ്പം മൂക്ക് ഡ്രസ്സിൻ്റെ കയ്യിൽ തുടയ്ക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ചെയ്യരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് വൈപ്പ് യുവർ നോസ് ഓൺ ദ സ്ലീവ്. ഡോണ്ട് വൈപ്പ് യുവർ നോസ് ഓൺ ദ സ്ലീവ്. സ്ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടുപ്പിൻ്റെ കൈക്കാണ് സ്ലീവ് എന്ന് പറയുന്നത്. അപ്പം നിൻ്റെ മൂക്ക് ഉടുപ്പിൻ്റെ കയ്യിൽ തുടയ്ക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് വൈപ്പ് യുവർ നോസ് ഓൺ ദ സ്ലീവ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുട്ടികളോട് പറയത്തില്ലേ, നിൻ്റെ വാ വെള്ളം ഒഴിച്ച് കുലുക്കുഴിയുക എന്ന് പറയത്തില്ലേ. കുലുക്കുഴിയുക എന്ന് പറയുന്നത് റിൻസ് എന്നാണ്. അപ്പോൾ റിൻസ് യുവർ മൗത്ത് എന്ന് പറഞ്ഞാൽ നിൻ്റെ വാ കുലുക്കുഴിയുക എന്നുള്ള മീനിങ് ആണ് റിൻസ് യുവർ മൗത്ത്. പിന്നെ കണ്ണിൽ പൊടിയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നിൻ്റെ കണ്ണുകൾ നന്നായിട്ട് കഴുകുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? കഴുകുക എന്നുള്ളതിനും റിൻസ് തന്നെ പറയാം. അപ്പം റിൻസ് യുവർ ഐസ് തറലി എന്ന് പറഞ്ഞാൽ നിൻ്റെ കണ്ണുകൾ നന്നായിട്ട് കഴുകുക എന്നാണ്. തറലി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ റിൻസ് യുവർ ഐസ് തറലി എന്ന് പറഞ്ഞാൽ നിൻ്റെ കണ്ണുകൾ നന്നായിട്ട് കഴുകുക. ഇനി കുട്ടികൾ ഞരങ്ങത്തില്ലേ, ഈ ഞരങ്ങുക എന്ന് പറയുന്നതിന് വൈൻ അല്ലെങ്കിൽ മോൺ എന്ന് പറയാം. അപ്പം നമുക്ക് ഞരങ്ങരുത് എന്ന് പറയാൻ വേണ്ടി സ്റ്റോപ്പ് വൈനിങ് അല്ലെങ്കിൽ സ്റ്റോപ്പ് മോർണിംഗ് എന്ന് പറയാം. അതായത് ഞരങ്ങുന്നത് നിർത്തുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ പറയത്തില്ല, നീ ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ എങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. അതെങ്ങനെ പറയും? ഇഫ് യു കീപ് വൈനിങ് ഐ വോണ്ട് ടേക്ക് യു എനിവേർ. ഇഫ് യു കീപ് വൈനിങ് ഐ വോണ്ട് ടേക്ക് യു എനിവേർ. ഇഫ് യു കീപ് വൈനിങ് എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. ഐ വോണ്ട് ടേക്ക് യു എനിവേർ എന്ന് പറഞ്ഞാൽ നിന്നെ എങ്ങോട്ടും കൊണ്ടുപോകത്തില്ല എന്നുള്ള മീനിങ് ആണ്. ഇഫ് യു കീപ് വൈനിങ് ഐ വോണ്ട് ടേക്ക് യു എനിവേർ. പിന്നെ നമ്മൾ ചെരിഞ്ഞ് കിടക്കുക എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ലൈ ഡൗൺ ഓൺ യുവർ സൈഡ്. ലൈ ഡൗൺ ഓൺ യുവർ സൈഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് കിടക്കുക എന്നുള്ള മീനിങ് ആണ്. ലൈ ഡൗൺ ഓൺ യുവർ സൈഡ്. ഇനി അടുത്തത്, നീ എന്താണ് വാങ്ങിച്ചതെന്ന് എന്നെ കാണിച്ചേ എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? ഷോ മീ വാട്ട് യു ബോട്ട്. ഷോ മീ വാട്ട് യു ബോട്ട്. ഷോ മീ എന്ന് പറഞ്ഞാൽ എന്നെ കാണിക്കുക എന്നുള്ള മീനിങ് ആണ്. വാട്ട് യു ബോട്ട് എന്ന് പറഞ്ഞാൽ നീ വാങ്ങിച്ചത്. സോ നീ വാങ്ങിച്ചത് എന്നെ കാണിക്കുക എന്ന് പറയാനാണ് ഷോ മീ വാട്ട് യു ബോട്ട്. പിന്നെ കുട്ടികൾ എക്സ്ക്യൂസസ് ഒക്കെ പറയുവാണെങ്കിൽ, അതായത് ഒഴികഴിവുകൾ പറയുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഇപ്രാവശ്യം നിൻ്റെ എക്സ്ക്യൂസ് എന്താണ്? അതെങ്ങനെ ചോദിക്കും? വാട്ട്സ് യുവർ എക്സ്ക്യൂസ് ദിസ് ടൈം. വാട്ട്സ് യുവർ എക്സ്ക്യൂസ് ദിസ് ടൈം. ദിസ് ടൈം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം എന്നുള്ള മീനിങ് ആണ്. സോ ഇപ്രാവശ്യം നിൻ്റെ ഒഴികഴിവ് എന്താണ് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് യുവർ എക്സ്ക്യൂസ് ദിസ് ടൈം. പിന്നെ നമുക്കിങ്ങനെ ചോദിക്കണം, നീ എൻ്റെ പേഴ്സിനകത്ത് നിന്ന് പൈസ വല്ലതും എടുത്തോ? അതെങ്ങനെ ചോദിക്കും? ഡിഡ് യു ടേക്ക് എനി മണി ഔട്ട് ഓഫ് മൈ പേഴ്സ്. ഡിഡ് യു ടേക്ക് എനി മണി ഔട്ട് ഓഫ് മൈ പേഴ്സ്. ഔട്ട് ഓഫ് മൈ പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സിന് അകത്ത് നിന്ന് എന്നുള്ള മീനിങ് ആണ്. ഡിഡ് യു ടേക്ക് എനി മണി എന്ന് പറഞ്ഞാൽ നീ രൂപ വല്ലതും എടുത്തോ എന്നുള്ള മീനിങ് ആണ്. സോ ഡിഡ് യു ടേക്ക് എനി മണി ഔട്ട് ഓഫ് മൈ പേഴ്സ്. പിന്നെ കുട്ടികളെയൊക്കെ നമ്മൾ തന്നെ ഡ്രസ്സ് ഇടിപ്പിക്കുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ പറയത്തില്ല അവരോട്, നീ ഇനി സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാൻ പഠിക്കണം. അതെങ്ങനെ പറയും? യു മസ്റ്റ് ലേൺ ടു ഡ്രസ് യുവർ സെൽഫ്. യു മസ്റ്റ് ലേൺ ടു ഡ്രസ് യുവർ സെൽഫ്. യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നീ തന്നെ എന്നുള്ള മീനിങ് ആണ്. ലേൺ ടു ഡ്രസ് എന്ന് പറഞ്ഞാൽ ഉടുപ്പിടാൻ പഠിക്കുക എന്നാണ്. സോ യു മസ്റ്റ് ലേൺ
ടു ഡ്രസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നീ സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടാൻ പഠിക്കണം എന്നുള്ള മീനിങ് ആണ്. പിന്നെ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നീ ക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 വഴിയും നോക്കണം എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? ലുക്ക് ബോത്ത് വേസ് ബിഫോർ യു ക്രോസ് ഓവർ. ലുക്ക് ബോത്ത് വേസ് ബിഫോർ യു ക്രോസ് ഓവർ. ലുക്ക് ബോത്ത് വേസ് എന്ന് പറഞ്ഞാൽ 2 വഴികളും നോക്കുക എന്നാണ്. ബിഫോർ യു ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ നീ കടക്കുന്നതിന് മുമ്പ് എന്നുള്ള മീനിങ് ആണ്. സോ നീ കടക്കുന്നതിന് മുമ്പ് 2 വഴികളും നോക്കുക എന്ന് പറയാനാണ് ലുക്ക് ബോത്ത് വേസ് ബിഫോർ യു ക്രോസ് ഓവർ. പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് നീ എത്ര ബിസ്ക്കറ്റ് കൂടി കഴിക്കും, അതെങ്ങനെ ചോദിക്കും? ഹൗ മെനി മോർ ബിസ്ക്കറ്റ്സ് വിൽ യു ഈറ്റ്. ഹൗ മെനി മോർ ബിസ്ക്കറ്റ്സ് വിൽ യു ഈറ്റ്. ഹൗ മെനി മോർ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര ബിസ്ക്കറ്റ് കൂടി എന്നുള്ള മീനിങ് ആണ്. വിൽ യു ഈറ്റ് എന്ന് പറഞ്ഞാൽ നീ കഴിക്കും. സോ നീ എത്ര ബിസ്ക്കറ്റ് കൂടി കഴിക്കും എന്ന് ചോദിക്കാനാണ് ഹൗ മെനി മോർ ബിസ്ക്കറ്റ്സ് വിൽ യു ഈറ്റ്. പിന്നെ കുട്ടികൾക്ക് ജലദോഷമൊക്കെയുള്ള ടൈമിൽ ഈ മൂക്ക് ചീറ്റാതെ ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കത്തില്ലേ, അപ്പം അങ്ങനെ വലിച്ച് കയറ്റുക എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്നിഫ് എന്ന് പറയാം. അപ്പം മൂക്ക് വലിച്ച് കയറ്റുന്നത് നിർത്തിയിട്ട് നീ പോയി മൂക്ക് ചീറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് സ്നിഫിങ് ആൻഡ് ബ്ലോ യുവർ നോസ്. സ്റ്റോപ്പ് സ്നിഫിങ് ആൻഡ് ബ്ലോ യുവർ നോസ്. സ്റ്റോപ്പ് സ്നിഫിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കയറ്റുന്നത് നിർത്തുക എന്നുള്ള മീനിങ് ആണ്. ബ്ലോ യുവർ നോസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മൂക്ക് ചീറ്റുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമുക്കിങ്ങനെ ചോദിക്കണം, ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതെങ്ങനെ ചോദിക്കും? ഈസ് എനിത്തിങ് സ്പെഷ്യൽ ടുഡേ. ഈസ് എനിത്തിങ് സ്പെഷ്യൽ ടുഡേ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്നുള്ള മീനിങ് ആണ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. സോ ഈസ് എനിത്തിങ് സ്പെഷ്യൽ ടുഡേ എന്ന് ചോദിച്ചാൽ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ പറയത്തില്ലേ എല്ലാം അടുക്കി വെക്ക്, അതെങ്ങനെ പറയും? പുട്ട് എവറിത്തിങ് ഇൻ ഓർഡർ. പുട്ട് എവറിത്തിങ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാം അടുക്കി വെക്കുക എന്നുള്ള അർത്ഥമാണ് പുട്ട് എവറിത്തിങ് ഇൻ ഓർഡർ. പിന്നെ നമ്മൾ പറയത്തില്ലേ ഞാൻ ഒരു പ്രാവശ്യം നിന്നോട് പറഞ്ഞു, അത് പോരെ നിനക്ക് എന്ന് ചോദിക്കത്തില്ലേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്ന് പറയാൻ ഐ ഹാവ് ടോൾഡ് യു വൺസ് എന്ന് പറയാം. ഐ ഹാവ് ടോൾഡ് യു വൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം നിന്നോട് പറഞ്ഞു എന്നുള്ള മീനിങ് ആണ്. അത് നിനക്ക് പോരെ എന്ന് ചോദിക്കാൻ isn't that enough for you. isn't that enough for you എന്ന് പറഞ്ഞാൽ അത് നിനക്ക് പോരെ എന്നുള്ള മീനിങ് ആണ്. ഇനഫ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് നിനക്ക് പോരെ എന്നുള്ള അർത്ഥത്തിനാണ് isn't that enough for you. പിന്നെ നമ്മൾ റൂമിലൊക്കെ കയറി ചെന്ന് കഴിയുമ്പം ആകെ വൃത്തികേടാണെങ്കിൽ നമ്മൾ പറയത്തില്ല ഇത് എന്ത് വൃത്തികേടാണ്, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് എ മെസ്. വാട്ട് എ മെസ്. മെസ് എന്ന് പറഞ്ഞാൽ അലങ്കോലം, വൃത്തികേട് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എന്തൊരു വൃത്തികേടാണ് എന്ന് ചോദിക്കാനാണ് വാട്ട് എ മെസ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ പറയണം, ഈ മുറി മുഴുവൻ വൃത്തികേടാണ് എന്ന് പറയണമെങ്കിൽ ദ റൂം ഈസ് എ കംപ്ലീറ്റ് മെസ് എന്ന് പറയാം. ദ റൂം ഈസ് എ കംപ്ലീറ്റ് മെസ് എന്ന് പറഞ്ഞാൽ മുറി മുഴുവൻ വൃത്തികേടാണ് എന്നുള്ള മീനിങ് ആണ്. ദ റൂം ഈസ് എ കംപ്ലീറ്റ് മെസ്. പിന്നെ നമ്മൾ ഭക്ഷണം പ്ലേറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ നിൻ്റെ പ്ലേറ്റ് മടിയിൽ വയ്ക്കുക, അതെങ്ങനെ പറയും? പ്ലേസ് ദ പ്ലേറ്റ് ഓൺ യുവർ ലാപ്പ്. പ്ലേസ് ദ പ്ലേറ്റ് ഓൺ യുവർ ലാപ്പ്. ഓൺ യുവർ ലാപ്പ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മടിയിൽ എന്നുള്ള മീനിങ് ആണ്. പിന്നെ പ്ലേസ് ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് വയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. സോ പ്ലേസ് ദ പ്ലേറ്റ് ഓൺ യുവർ ലാപ്പ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് നിൻ്റെ മടിയിൽ വയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി ബോക്സ് അടയ്ക്കുക എന്ന് പറയത്തില്ലേ, അപ്പം നമുക്ക് ക്യാപ്പ് ദ ബോക്സ് എന്ന് പറയാം. ക്യാപ്പ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ അടപ്പിന് നമ്മൾ ക്യാപ്പ് എന്ന് പറയാറുണ്ട്. സോ ക്യാപ്പ് ദ ബോക്സ് എന്ന് പറഞ്ഞാൽ ബോക്സ് അടയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു പ്രാവശ്യം മാത്രം എന്ന് നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ, അതായത് ഈ ഒരു പ്രാവശ്യം മാത്രമേ അത് അനുവദിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ, അന്നേരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ജസ്റ്റ് ദിസ് വൺസ്. ജസ്റ്റ് ദിസ് വൺസ്. ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം മാത്രമേ ഇത് അലോ ചെയ്യത്തുള്ളൂ, അനുവദിക്കത്തുള്ളൂ എന്നുള്ള മീനിങ് ആണ് ജസ്റ്റ് ദിസ് വൺസ്. പിന്നെ നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ, എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം വി ഹാവ് ടു ലീവ്. വി ഹാവ് ടു ലീവ്. ലീവ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക എന്നുള്ള മീനിങ് ആണ്. സോ വി ഹാവ് ടു ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറപ്പെടേണ്ടതുണ്ട് എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ എന്തിനാണ് നീ മടിക്കുന്നത്, അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു ഹെസിറ്റേറ്റിംഗ്. വൈ ആർ യു ഹെസിറ്റേറ്റിംഗ്. ഹെസിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മടിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ വൈ ആർ യു ഹെസിറ്റേറ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് നീ മടിക്കുന്നത്. ഇനി മടിക്കരുത് എന്ന് പറയണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ്. ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കരുത് എന്നുള്ള മീനിങ് ആണ്.
പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ഗീവ് ഇറ്റ് എ ട്രൈ. ഗീവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രമിച്ച് നോക്കുക എന്നുള്ള മീനിങ് ആണ്. ഗീവ് ഇറ്റ് എ ട്രൈ. ഇനി ശ്രമിച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല, അപ്പം നമ്മൾ പറയത്തില്ലേ വിട്ടുകൊടുക്കരുത്, അതെങ്ങനെ പറയും? നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്, അതായത് ശ്രമം നിർത്തുക. സോ അങ്ങനെ വിട്ടുകൊടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നെവർ ഗിവ് അപ്പ്. പിന്നെ നമ്മൾ പറയത്തില്ലേ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതെങ്ങനെ ചോദിക്കും? എനിത്തിങ് സ്പെഷ്യൽ. എനിത്തിങ് സ്പെഷ്യൽ. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകത. സോ എനിത്തിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയണമെങ്കിലോ നത്തിങ് സ്പെഷ്യൽ. നത്തിങ് സ്പെഷ്യൽ. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. സോ ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയാനാണ് നത്തിങ് സ്പെഷ്യൽ. ഇനി നമ്മൾ പറയത്തില്ലേ മുമ്പോട്ട് നീങ്ങുക അല്ലെങ്കിൽ പുറകോട്ട് നീങ്ങുക, അതെങ്ങനെ പറയും? മുന്നോട്ട് നീങ്ങുക എന്ന് പറയാൻ മൂവ് ഫോർവേഡ് എന്ന് പറയാം. മൂവ് ഫോർവേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് എന്നുള്ള മീനിങ് ആണ്. സോ മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നീങ്ങുക. ഇനി പിന്നിലേക്ക് നീങ്ങുക എന്നാ പറയേണ്ടതെങ്കിലോ മൂവ് ബാക്ക്വേർഡ്. മൂവ് ബാക്ക്വേർഡ്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ പിന്നിലേക്ക് എന്നുള്ള മീനിങ് ആണ്. അപ്പം പിന്നിലേക്ക് നീങ്ങുക എന്ന് പറയാനാണ് മൂവ് ബാക്ക്വേർഡ്. ഇനി മുന്നോട്ട് വരിക എന്നാ പറയേണ്ടതെങ്കിലോ കം ഫോർവേഡ്. കം ഫോർവേഡ്. കം എന്ന് പറഞ്ഞാൽ വരിക. സോ കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് വരിക എന്നുള്ള മീനിങ് ആണ് കം ഫോർവേഡ്. ഇനി നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കത്തില്ലേ, അവരെ കഴിപ്പിക്കുക എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫീഡ് എന്നുള്ള വേർബാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം, എന്നെ കഴിപ്പിക്കുക. അതെങ്ങനെ പറയും? ഫീഡ് മീ. ഫീഡ് മീ. അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ കഴിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടിക്ക് ആഹാരം കൊടുത്തു എന്ന് പറയാൻ ഐ ഫെഡ് ദ ബേബി എന്ന് വരും. ഫെഡ് എന്ന് പറഞ്ഞാൽ ഫീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ഐ ഫെഡ് ദ ബേബി എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ കഴിപ്പിച്ചു എന്നുള്ള മീനിങ് ആണ്. ഇനി പിന്നീട് എന്നെ ഓർമ്മിപ്പിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് റിമൈൻഡ് എന്നാണ്. അപ്പം റിമൈൻഡ് മീ ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നെ ഓർമ്മിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. റിമൈൻഡ് മീ ലേറ്റർ. പിന്നെ നമ്മൾ പറയത്തില്ല ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തുക എന്നെങ്ങനെയാണ് പറയുന്നത്? മേക്ക് ഷുവർ. മേക്ക് ഷുവർ. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വായിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ആവർത്തിക്കുക എന്ന് പറയത്തില്ലേ, അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. റിപ്പീറ്റ് ആഫ്റ്റർ മീ. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവർത്തിക്കുക എന്നുള്ള മീനിങ് ആണ്. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. സോ റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന് ശേഷം അത് ആവർത്തിക്കുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ കൂടെ വരിക. അതെങ്ങനെ പറയും? കം എലോങ്. കം എലോങ്. കം എലോങ് എന്ന് പറഞ്ഞാൽ കൂടെ വരിക എന്നുള്ള മീനിങ് ആണ്. ഇനി എൻ്റെ പുറകെ വരിക എന്ന് പറയേണ്ടതെങ്കിലോ ഫോളോ മീ. ഫോളോ മീ. ഫോളോ എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നുള്ള മീനിങ് ആണ്. സോ എൻ്റെ പുറകെ വരിക എന്ന് പറയാനാണ് ഫോളോ മീ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം എപ്പോൾ മുതൽ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? സിൻസ് വെൻ. സിൻസ് വെൻ. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എപ്പോൾ മുതൽ എന്ന് ചോദിക്കാനാണ് സിൻസ് വെൻ. ഇനി എപ്പോൾ വരെ എന്ന് ചോദിക്കണമെങ്കിലോ അണ്ടിൽ വെൻ. അണ്ടിൽ വെൻ. അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ള മീനിങ് ആണ്. സോ എപ്പോൾ വരെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടിൽ വെൻ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു എന്ന് പറയണം. നല്ലതെന്ന് തോന്നുന്നു അതെങ്ങനെ പറയും? സൗണ്ട്സ് ഗുഡ്. സൗണ്ട്സ് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്നു എന്നുള്ള മീനിങ് ആണ് സൗണ്ട്സ് ഗുഡ്. പിന്നെ നമ്മൾ പറയത്തില്ല ഉറക്കെ സംസാരിക്കുക. അതെങ്ങനെ പറയും? സ്പീക്ക് ലൗഡ് എന്ന് പറയാം. സ്പീക്ക് ലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ സംസാരിക്കുക എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ സ്പീക്ക് ലൗഡ്ലി എന്ന് പറയാം. സ്പീക്ക് ലൗഡ്ലി എന്ന് പറഞ്ഞാലും ഉറക്കെ സംസാരിക്കുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ അവർ ബഹളമൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ശാന്തനാവുക. അതെങ്ങനെ പറയും? കാം ഡൗൺ. കാം ഡൗൺ. കാം ഡൗൺ എന്ന് പറഞ്ഞാൽ ശാന്തനാവുക എന്നുള്ള മീനിങ് ആണ്. കാം ഡൗൺ. പിന്നെ നമ്മൾ പറയത്തില്ല ഒരിക്കലുമില്ല. അതെങ്ങനെ പറയും? നെവർ എവർ. നെവർ എവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്നുള്ള മീനിങ് ആണ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നുള്ള മീനിങ് ആണ്. സോ നെവർ എവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ കുട്ടികളോട് പറയത്തില്ല അനങ്ങാതെ നിൽക്കുക അല്ലെങ്കിൽ അടങ്ങി നിൽക്ക്. അതെങ്ങനെ പറയും? സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ എന്നുള്ള മീനിങ് ആണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക. സോ അനങ്ങാതെ നിൽക്കൂ എന്ന് പറയാനാണ് സ്റ്റാൻഡ് സ്റ്റിൽ. പിന്നെ നമ്മൾ കുട്ടികളോട് ഇപ്പം ആരെങ്കിലും കാണുമോ ഹലോ പറയൂ അല്ലെങ്കിൽ ഗുഡ് ബൈ പറയൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്?
സേ ഹലോ. സേ ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ പറയുക എന്നുള്ള മീനിങ് ആണ്. ഇപ്പം ഗുഡ് ബൈ പറയുക എന്നാണെങ്കിൽ സേ ഗുഡ് ബൈ. സേ ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ പറയുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് രുചിച്ച് നോക്കുക എന്ന് പറയത്തില്ലേ, ടേസ്റ്റ് ഇറ്റ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് നീങ്ങി നിൽക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? മൂവ് അസൈഡ്. മൂവ് അസൈഡ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി ഒരല്പം നീങ്ങുക എന്ന് പറയണമെങ്കിലോ മൂവ് എ ബിറ്റ്. മൂവ് എ ബിറ്റ്. എ ബിറ്റ് എന്ന് പറഞ്ഞാൽ അല്പം എന്നുള്ള മീനിങ് ആണ്. സോ അല്പം നീങ്ങുക എന്ന് പറയാനാണ് മൂവ് എ ബിറ്റ്. ഇനി അത് മാറ്റി വയ്ക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? കീപ്പ് ഇറ്റ് അസൈഡ്. കീപ്പ് ഇറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക എന്നുള്ള മീനിങ് ആണ്. കീപ്പ് ഇറ്റ് അസൈഡ്. ഇനി ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, സ്റ്റേ ഹെൽത്തി. സ്റ്റേ ഹെൽത്തി. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ എന്നുള്ള മീനിങ് ആണ്. സോ സ്റ്റേ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി സുരക്ഷിതമായിട്ടിരിക്കുക എന്നാണ് പറയേണ്ടതെങ്കിലോ സ്റ്റേ സേഫ്. സ്റ്റേ സേഫ്. സേഫ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതം എന്നുള്ള മീനിങ് ആണ്. സോ സുരക്ഷിതമായിട്ടിരിക്കുക എന്ന് പറയാനാണ് സ്റ്റേ സേഫ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം അത് തള്ളുക എന്ന് പറയണം, അല്ലെങ്കിൽ ഉന്തുക. അതെങ്ങനെ പറയും? പുഷ് ഇറ്റ്. പുഷ് ഇറ്റ്. ഇനി അത് വലിക്കുക എന്നാണ് പറയേണ്ടതെങ്കിലോ പുൾ ഇറ്റ്. പുൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ വാചകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.